രാജ്യത്തെ തെരുവുനായ പ്രശ്നം രൂക്ഷമായ സാഹചര്യത്തിൽ സുപ്രീം കോടതി സുപ്രധാനമായിട്ടുള്ള ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചു. ദേശീയപാതയടക്കമുള്ള റോഡുകളിൽ നിന്നും പൊതു ഇടങ്ങളിൽ നിന്നും തെരുവുനായ്ക്കളെ നീക്കണമെന്നും ഇവയെ നിരീക്ഷിക്കുന്നതിനായി പട്രോളിംഗ് സംഘത്തെ നിയോഗിക്കണമെന്നുമാണ് കോടതിയുടെ പ്രധാന നിർദ്ദേശം. 8 ആഴ്ചയ്ക്കുള്ളിൽ പുരോഗതി അറിയിക്കണമെന്നും കോടതി വ്യക്തമാക്കി. രാജ്യത്ത് തെരുവുനായ ആക്രമണങ്ങൾ ദിനംപ്രതി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് സുപ്രീം കോടതിയുടെ നിർണായക ഉത്തരവ്. ജസ്റ്റിസ് വിക്രംനാഥ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ചാണ് ഉത്തരവിറക്കിയത്. ദേശീയപാതയടക്കം റോഡുകളിൽ നിന്നും പൊതുവിടങ്ങളിൽ നിന്നും കന്നുകാലികൾ, നായ്ക്കൾ എന്നിവയടക്കമുള്ള മൃഗങ്ങളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റാൻ കോടതി നിർദ്ദേശം നൽകി. പിടികൂടുന്ന നായ്ക്കളുടെ വന്ധ്യംകരണത്തിന് ശേഷം പിടിച്ച അതേ സ്ഥലത്ത് തുറന്നുവിടരുതെന്നും കോടതി നിർദ്ദേശിച്ചു. നടപ്പിലാക്കിയ കാര്യങ്ങൾ ചീഫ് സെക്രട്ടറിമാർ സുപ്രീം കോടതിയെ അറിയിക്കണം. കന്നുകാലികൾ, നായ്ക്കൾ എന്നിവയടക്കമുള്ള മൃഗങ്ങളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റാൻ സർക്കാരുകളും ദേശീയപാത അതോറിറ്റിയും നടപടി സ്വീകരിക്കണം. ഇതിനായി മൃഗങ്ങളെ കണ്ടെത്താൻ പട്രോളിംഗ് സംഘത്തെ നിയോഗിക്കണം. സർക്കാർ ഓഫീസുകൾ, സ്പോർട്സ് കോംപ്ലക്സുകൾ, ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള പൊതുവിടങ്ങളിലെല്ലാം തെരുവ് നായ്ക്കളെ നീക്കാൻ സംസ്ഥാന സർക്കാരുകൾ നടപടി സ്വീകരിക്കണം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലടക്കം നായ്ക്കൾ കയറാതിരിക്കാൻ നടപടിയുണ്ടാവണം. ഇക്കാര്യത്തിൽ ദിവസേനയുള്ള പരിശോധന വേണം. പിടികൂടുന്ന തെരുവ് നായ്ക്കളെ ഷെൽട്ടർ ഹോമുകളിലേക്ക് മാറ്റി വന്ധ്യംകരിക്കണം. ഇതിനായുള്ള നടപടികൾ കോർപ്പറേഷനുകൾ അടക്കമുള്ള തദ്ദേശ സ്ഥാപനങ്ങൾ സ്വീകരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ദേശീയപാതകളിൽ നിന്ന് മൃഗങ്ങളെ നീക്കം ചെയ്ത നടപടിയിൽ 8 ആഴ്ചയ്ക്കുള്ളിൽ പുരോഗതി അറിയിക്കാനും ചീഫ് സെക്രട്ടറിമാരോട് സുപ്രീം കോടതി ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, News 18.